ഹായ് അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിതാ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പ്ലം കേക്കില്ലേ, അതിനെക്കാട്ടിലും ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഇന്ന് ഞാൻ വന്നത്. ഇത് ഞാൻ ഓവണൊന്നും ഉപയോഗിക്കാണ്ട് ഗ്യാസ് സ്റ്റൗവും വെച്ചിട്ടാട്ടോ അത് കുക്ക് ചെയ്തെടുത്തത്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി. അത് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ കുറച്ച് കാലം നമുക്ക് നിൽക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഡേറ്റ്സ് 1/2 കപ്പ് എടുത്തിട്ട്, അധികം സോഫ്റ്റ് അല്ലാത്ത ഡേറ്റ്സ് എടുക്കാം. പിന്നെ ബ്ലാക്ക് റൈസിൻസ് ഞാൻ 3/4 കപ്പ് എടുത്തത്, 1 കപ്പ് വരെ എടുക്കാം. പിന്നെ ടൂട്ടി ഫ്രൂട്ടി 1/4 കപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഗ്രീനും അതുപോലെ യെല്ലോവും പിന്നെ റെഡുമാണ്, മറ്റേ ചെറിയാണ്, അത് 1/4 കപ്പിൻ്റെ താഴെയുള്ളൂ കേട്ടോ. പിന്നെ കാഷ്നട്ട് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു പഞ്ചസാര പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതിലോട്ട് വേണ്ട പഞ്ചസാര പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേണ്ട സ്പൈസസ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. 1/2 കപ്പ് ഷുഗറും അതിൻ്റെ കൂടെ തന്നെ ഒരു പട്ട, ഒരു വലിയ പട്ട, ഞാനിവിടെ വീട്ടിലായതുകൊണ്ട് കേട്ടോ അങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഒരു ജാതിയുടെ പകുതി, ജാതിക്കല്ല നട്ട്മഗ്, അതും ഒരു 10 ഗ്രാമ്പും. പിന്നെ അതൊക്കെ ചേർത്ത് പൊടിക്കുക. എൻ്റെ അടുത്ത് ഏലക്കപ്പൊടി ഇല്ലോണ്ട് ചേർത്തിട്ടില്ല. ഏലക്കപ്പൊടി 4 എണ്ണം ഇല്ലാത്ത ആൾക്കാർ 4 എണ്ണം ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏലക്കപ്പൊടി പിന്നെ ചേർത്തത്. ഇനി അടുത്തതായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുക വേണ്ട. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ വെള്ളം ചേർക്കാതെ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കണം. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് ഈ ഒരു ഷുഗർ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ട ആദ്യം ഒന്ന് കാരമലൈസ്, ചെറുതായിട്ടൊന്ന് കാരമലായി വന്നാൽ മതി കേട്ടോ. അതിന് 1/2 കപ്പ് ഷുഗറിലോട്ട് പഞ്ചസാരയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്യാൻ മതി. കളർ ചേഞ്ച് ചെയ്യുമ്പോൾ 1/2 കപ്പ് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നമ്മളെടുത്ത ഓറഞ്ച് ജ്യൂസ് കേട്ടോ. കുറച്ചൊന്ന് അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്കായി വരുന്ന ടൈമിൽ ഒന്ന് റെഡിയാവും കേട്ടോ. എന്നിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് മെൽറ്റായി വരുമ്പോൾ. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി, ഒരു വൈറ്റ് പാർട്ട് കൂടാതെ ഓറഞ്ചിൻ്റെ തൊലി എടുത്ത് വെക്കണേ. ഓറഞ്ചിൻ്റെ അകത്ത് കിടക്കുന്ന വൈറ്റ് പാർട്ട് ഇല്ലാതെ ഓറഞ്ചിൻ്റെ തൊലി മാത്രമായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇത് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ശേഷം നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി 1 ടീസ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഞാൻ നട്ട്സ് ഒന്നും ഈ ടൈമിൽ ഞാൻ കാഷ്നട്ട് എടുത്തിരുന്നു, അതൊന്നും ഞാൻ ഈ ടൈമിൽ ചേർക്കുന്നില്ല കേട്ടോ, അതൊക്കെ ലാസ്റ്റ് ചേർത്താൽ മതി. പിന്നെ ഞാൻ ഇതെല്ലാം ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് സോക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ ജാമ് ചേർത്തിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ കാണുന്നില്ല കേട്ടോ, അതാ കാണിച്ചെന്ന്. ജാമ് ചേർത്തിരുന്നു, ഒരു മിക്സ്ഡ് ഫ്രൂട്ട് ജാം 1 ടേബിൾ സ്പൂൺ ചേർത്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ല സ്പൈസസ് ഇട്ടുകൊണ്ട് അതിൽ 1/2 ടീസ്പൂൺ അതും ചേർത്തിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അതൊന്ന് ചേർക്കണേ. പിന്നെ ഇനി കേക്കിലോട്ട് ആവശ്യമായ കാരമൽ സിറപ്പ് തയ്യാറാക്കുക. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഈ ഒരു പാനിലോട്ട് ഇങ്ങനെ നിരത്തിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ താനെ തന്നെ ഇങ്ങനെ മെൽറ്റായിട്ട് വരും. പിന്നെ മെൽറ്റായി വരുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ചായി വരും. നമ്മൾ കേക്കിന് കളറ് കൊടുക്കുന്നതും കൂടി കാരമൽ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കളർ ചേഞ്ചായി വരുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം 1/4 കപ്പ് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, മേത്തൊക്കെ പൊട്ടി തെറിക്കാണ്ടൊക്കെ നോക്കുക കേട്ടോ. ഇത് കൈമൊക്കെ തെറിക്കുകയൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ കാരമൽ റെഡിയാവും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക, തണുക്കാനായിട്ടിട്ട് ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ കാരമൽ റെഡി ആയി കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ വേണ്ടത് നമ്മുടെ ഈ ഒരു കേക്ക് ടീൻ ഒന്ന് റെഡിയാക്കി വെക്കണം. ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓവൻ സെറ്റപ്പ് ഏതാ വെച്ചാൽ അത് റെഡിയാക്കണം. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 പിഞ്ച് ഒരു ഉപ്പിട്ടോ, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് 2 പ്രാവശ്യം അരിച്ചിട്ടൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇതിലോട്ട് വേണ്ടത് ഒരു ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊന്നുമില്ലാത്ത ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കാം. അതിലോട്ട് 1/2 കപ്പ് ബട്ടറും അതുപോലെ 1/2 കപ്പ് ഓയിലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 3/4 കപ്പ് ഓയിൽ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്തിട്ട് കുറച്ചായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ ഓരോ മുട്ട ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മൊത്തത്തിൽ ചേർക്കേണ്ട ഓരോ മുട്ട ചേർത്തിട്ട് പതിയെ ഒന്ന് ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഞാൻ 3 മുട്ടയും ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ എടുത്ത് വെച്ചിരുന്നത് കാരമൽ സിറപ്പ്, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, തണുത്തതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. കാരമൽ സിറപ്പ് ചേർത്തിട്ട് പിന്നെ ലോ സ്പീഡിലാട്ടോ ഇടേണ്ടത്. മിക്സി ആണെങ്കിൽ നിങ്ങളൊന്ന് മറ്റേ ഒരു ചെറിയ സ്പീഡിൽ എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഇത് ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ മൈദ മിക്സ് കുറച്ച് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ സ്പാറ്റിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. കുറച്ചിട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ നിങ്ങളുടെ അടുത്ത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർക്കുന്ന കേട്ടോ. നമുക്ക് ആ ഒരു ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ഒരു കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടാൻ ബട്ടർ തന്നെ കേട്ടോ കൂടുതൽ ഹെൽപ്പ് ചെയ്യാം. ഓയിൽ ഉണ്ടെങ്കിൽ ഓയിൽ ചേർത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ മൈദയുടെ കൂട്ടില്ലേ, അത് ലാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഏതൊക്കെ നെറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ കാഷ്നട്ട് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ചേർക്കുന്ന നെറ്റ്സ് എന്ന് വെച്ചിട്ട് ഈ ഒരു പൊടിയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അധികം മിക്സ് ആക്കണ്ട, ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അധികം താന്നു പോവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇന്നലെയാണ് കേട്ടോ തയ്യാറാക്കി വെച്ചത്. അത് നേരത്തെ പറയാൻ വിട്ടുപോയി. ഞാൻ ഈ ഒരു തലേ ദിവസമാണ് തയ്യാറാക്കി വെച്ചത് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ്. നിങ്ങൾക്ക് ടൈമില്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലൊക്കെ വെക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, തലേ ദിവസം ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ കണ്ടില്ല, അതാണ് അതിൻ്റെ പാകം. എന്നിട്ട് നമ്മൾ ഈ ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നൊക്കെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ആണ്. അപ്പോൾ എൻ്റെ കുറച്ച് ഹൈറ്റിലാണ് കേട്ടോ വന്നത്. ഞാൻ 2 കേക്കാക്കിയിട്ട്, 2 കേക്കല്ല, ഈ ഒരു കേക്ക് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് മക്കൾക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇത് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചു. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് തുറന്നതാണ്. എന്നിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഒരുപാട് ടൈമൊന്നും എടുക്കരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ ചെയ്യണം, കാരണം പൊങ്ങി വന്നാൽ താന്നു പോകും. അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ എനിക്ക് ടോട്ടൽ ടൈം എടുത്ത് 1.5 മണിക്കൂറാട്ടോ. മൊത്തത്തിൽ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 1.5 മണിക്കൂറാണ് എനിക്ക് ബേക്കായി കിട്ടാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ഞാൻ ബേക്കായിട്ട് കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ തന്നെ എടുക്കാം. പിന്നെ ഈ ഒരു കേക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് ടേസ്റ്റ് അധികം കിട്ടുക. പിന്നെ ഇതൊരു 2 ആഴ്ച വരെ എല്ലാം കേടുകൂടാണ്ടിരിക്കും കേട്ടോ. പിന്നെ മുട്ട ചേർത്തോ ആൽക്കഹോൾ ചേർക്കാത്തോട് ഒരുപാട് കാലമൊന്നും ഇരിക്കില്ല. അത്ര ഞാൻ കണ്ടില്ല, എൻ്റെ കേക്ക് നല്ല ഹൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ 7 ഇഞ്ചിൻ്റെ ടീന് എടുത്തു കഴിഞ്ഞാൽ പാകമായിരിക്കും. ഞാൻ ഒരു 6.5 ഇഞ്ച് ആ ഒരു ഇതിലാണ് എൻ്റെ കേക്ക് ടീൻ ഉണ്ടായിരുന്നത്. നല്ല ഹൈറ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലെ കേക്ക് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ടോ. വളരെ പെട്ടെന്ന് പറയുമ്പം കുറേ ഉണ്ടെങ്കിലും വളരെ പെട്ടെന്നിട്ട് തയ്യാറാക്കാൻ പറ്റും. മറ്റേ നമ്മൾ ക്രീം കേക്കൊന്നും ഉണ്ടാക്കുന്ന പോലെയൊന്നുമല്ല, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ആൽക്കഹോളൊന്നും ചേർക്കാതെ കൊണ്ട് ആർക്കും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ പ്ലം കേക്ക് എല്ലാവരും വീട്ടിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയ ഇഷ്ടപ്പെട്ട അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ.